I enter the Holy of Holies. I enter through the blood of the Lamb. I enter to worship you only. I enter to honor I am. Lord, I worship you. I worship you. Lord, I worship you. I worship you. For your name is holy, holy, oh Lord. For your name is holy, holy, oh Lord. I enter the Holy of Holies. I enter through the blood of the Lamb. I enter to worship you only. I enter to honor I am. Lord, I worship you. I worship you. Lord, I worship you. I worship you. For your name is holy, holy, oh Lord. 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 പാട്ടും പ്രസംഗവും എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വീണ്ടും ഒരിക്കൽ കൂടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനവും സന്ദേശവുമായി നിങ്ങളോട് സംസാരിപ്പാൻ ദൈവം നൽകിയ അവസരത്തിനായി എല്ലാ മഹത്വവും ഞാൻ ദൈവത്തിന് അർപ്പിക്കുന്നു. I enter the holy of holies. I enter through the blood of the Lamb. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ രക്തത്തിനാലും യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തം നിമിത്തവും എനിക്ക് ആ വിശുദ്ധിയെ കാണുവാനും ആ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിക്കുവാനും ദൈവം കൃപ ചെയ്തു. വിശുദ്ധ തിരുവെഴുത്തുകളിൽ എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുന്നുണ്ട്, അവൻ്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള പ്രവേശനം നമുക്ക് ലഭിച്ചത് അവൻ്റെ പരിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തത്തിനാലാണ് എന്ന്.
യേശു കർത്താവിൻ്റെ പരിശുദ്ധ രക്തം, യേശുവിൻ്റെ വിലയേറിയ രക്തം എന്നെയും നിങ്ങളെയും വിശുദ്ധീകരിച്ച് കഴിഞ്ഞപ്പോഴാണ് നാം വിശുദ്ധിയിലേക്ക് പ്രവേശിച്ചതും യഥാർത്ഥമായി ദൈവത്തിൻ്റെ വിശുദ്ധിയെ നാം ദർശിച്ചതും. എന്തുകൊണ്ടാണ് യേശുവിൻ്റെ രക്തത്തിന് മറ്റുള്ള രക്തങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മെ വിശുദ്ധീകരിക്കുവാൻ, നമ്മെ വീണ്ടെടുക്കുവാൻ കഴിയുന്നത്? 1 യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം പറയുന്നു, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം നിങ്ങളുടെ സകല പാപവും പോക്കി നിങ്ങളെ വിശുദ്ധീകരിക്കുന്നു. 1 പത്രോസ് 1:19 ബൈബിൾ പറയുന്നു, പൊന്ന് വെള്ളി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല നിങ്ങളെ വീണ്ടെടുത്തത്, ക്രിസ്തു എന്ന നിഷ്കളങ്കവും നിർദോഷവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താൽ അത്രേ. ആ വിലയേറിയ രക്തം എന്തിനു വേണ്ടിയാണ് എന്നിലേക്ക് ഒഴുക്കിയത്? ആ പരിശുദ്ധ രക്തം എന്നിൽ വന്നതിനാൽ എന്താണ് എന്നിൽ സാധ്യമായത്? യേശുവിൻ്റെ വിലയേറിയ രക്തത്താൽ ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ടു. യേശുവിൻ്റെ പരിശുദ്ധ രക്തം എൻ്റെ സകല പാപങ്ങളെയും കഴുകുവാൻ ഇടയായിത്തീർന്നു. അതുകൊണ്ടാണ് യോഹന്നാന്റെ ലേഖനത്തിനകത്ത് 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യുവാതിരിക്കുവാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. വായ്കൾ തുറന്ന് പറയാം, എനിക്ക് എൻ്റെ പാപത്തെ പരിഹരിക്കുന്ന യേശു എന്ന കാര്യസ്ഥൻ ഉണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിൻ്റെയും പാപത്തിന് തന്നെ. ഈ ലോകത്തിൽ ഒരുപാട് മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. വിവിധ നിലകളിലാണ് മരണങ്ങൾ ഉണ്ടാകുന്നത്. സ്വാഭാവികമായ മരണങ്ങളുണ്ട്. പ്രായമാകുമ്പോൾ ഈ ലോകത്തിൽ നിന്ന് മരണം വഴിയായി മാറ്റപ്പെടുന്നവരുണ്ട്. അപകട മരണങ്ങളുണ്ട്, ആത്മഹത്യകളുണ്ട്. ഇങ്ങനെ വിവിധ നിലകളിൽ ഈ ഭൂമിയിൽ മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. പക്ഷെ യേശുക്രിസ്തുവിൻ്റെ മരണം ഒരു അപകട മരണമായിരുന്നില്ല, ഒരു കൊലപാതകമായിരുന്നില്ല, അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റോ ആത്മഹത്യയോ ഒന്നുമായിരുന്നില്ല. സ്വാഭാവിക മരണമോ പ്രായം ചെന്നുള്ള മരണമോ ആയിരുന്നില്ല. ബൈബിൾ പറയുന്നു, യേശുവിൻ്റെ മരണം പ്രായശ്ചിത്ത മരണമായിരുന്നു. പ്രായശ്ചിത്തം എന്ന് പറഞ്ഞാൽ ആർക്കോ പകരമായി അവൻ മരിച്ചു. ഇന്ന് എനിക്ക് നിങ്ങൾക്കും പറയാൻ കഴിയുമോ, എനിക്ക് പകരമായി, എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി യേശു കർത്താവ് ക്രൂശിൽ എനിക്കായി മരിച്ചു. ഞാൻ ജീവിക്കുവാൻ, എൻ്റെ പാപത്തിൽ തന്നെ വീണ്ടെടുക്കുവാൻ, എനിക്ക് നിത്യജീവൻ തരുവാൻ, എനിക്ക് സമാധാനം നൽകുവാൻ യേശു ക്രൂശിൽ എനിക്കായി മരിച്ചു. ആ മരണം ഒരു പ്രായശ്ചിത്ത മരണമായിരുന്നു. അവൻ ചെയ്ത പാപങ്ങൾക്കല്ല, അവൻ ദൈവമാണ്, അവൻ പരിശുദ്ധനായവനാണ്. എൻ്റെ പാപങ്ങൾക്കും എൻ്റെ ശാപങ്ങൾക്കും പരിഹാരമായി ക്രൂശിൽ യേശു എനിക്കായി മരിച്ചു. പ്രിയമുള്ളവരെ, ആ കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്താൽ നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അവൻ്റെ വിശുദ്ധിയെ ദർശിക്കുവാനിടയാകും. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് എന്ന ദ്വീപിലായിരുന്നപ്പോൾ അതിൻ്റെ 13-14 വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. കാഹളത്തിനൊത്തൊരു മഹാനാദം ഞാൻ കേട്ടു. എന്നോട് സംസാരിച്ച മഹാനാദം എന്തെന്ന് കേൾക്കാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശ്യനായവനെയും ഞാൻ കണ്ടു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരെ, യോഹന്നാൻ അപ്പോസ്തലൻ യഥാർത്ഥമായി യേശുവിൻ്റെ വിശുദ്ധിയെ, യേശുവിൻ്റെ പദവിയെ ദർശിക്കുകയാണ്. ഇന്ന് ഈ ശുശ്രൂഷയിലൂടെ കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ, അവൻ്റെ മഹത്വത്തെ കാണുവാൻ, ആ ഹോളി ഓഫ് ഹോളി പ്ലേസിലേക്ക് കയറി ചെല്ലുവാൻ നമുക്ക് ദൈവം കൃപ തരട്ടെ. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവൻ്റെ മഹത്വത്തെയും ദൈവത്തിൻ്റെ വിശുദ്ധിയെയും നാം ദർശിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ദൈവത്തെ ആരാധിക്കാതിരിക്കാൻ കഴിയില്ല. യഥാർത്ഥമായി ദൈവീക ആരാധന എന്ന് പറയുന്നത്, വർഷിപ്പ് എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ വിശുദ്ധിയെ നാം ദർശിക്കുമ്പോൾ അവൻ്റെ മുൻപിൽ നെടുമ്പാട് വീഴുന്നതാണ്. ആ വിശുദ്ധിയെ ദർശിച്ചുകൊണ്ട്, അതിനെ ഭയപ്പെട്ടുകൊണ്ട് നാം നമ്മുടെ കർത്താവിന് നന്ദി കരയറ്റുന്നതാണ്.
പ്രിയമുള്ളവരെ, ആ കർത്താവിനെ നമുക്ക് ചേർന്ന് പാടി സ്തുതിക്കാം. ലോർഡ് ഐ വർഷിപ്പ് യു, ലോർഡ് ഐ വർഷിപ്പ് യു. ഹല്ലേലൂയ. ആരാധനയ്ക്ക് യോഗ്യനായവൻ, ആ വർഷിപ്പ് സ്വീകരിപ്പാൻ യോഗ്യനായവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് നാം സേവിക്കുന്ന, നാം ആരാധിക്കുന്ന, നമുക്കായി പ്രായശ്ചിത്ത മരണം കൈവരിച്ച് നമുക്ക് വേണ്ടി ജീവനെ നൽകിയ യേശു ക്രിസ്തു മാത്രമാണ്. Lord, I worship you. I worship you. Lord, I worship you. I worship you. For your name is holy, holy, oh Lord. For your name is holy, holy, oh Lord. For your name is holy, holy, oh Lord. For your name is holy.